നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളകിട്ട മീൻകറിയാണ്. നല്ല മുളകും കുടംപുളിയും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന മീൻകറി. മീൻകറിക്ക് വേണ്ട സാധനങ്ങളാണ്. നമ്മൾ 400 ഗ്രാം മീൻ കഴുകി അരിഞ്ഞെടുത്തതാണ്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 2 സ്പൂണുണ്ട്, ചെറുതായി അരിഞ്ഞെടുത്താണ്. 6 സ്പൂൺ നമുക്ക് മുളക് പൊടിയാണ്, കാശ്മീരി മിർച്ചിയാണ് എടുത്തിരിക്കുന്നത്, 6 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് നമ്മുടെ കുടംപുളിയാണ്, 3 ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം. ഉലുവാപ്പൊടി ഒരു ടീസ്പൂണോ ഞാൻ എടുത്തിട്ടുണ്ട്, അത്രയും വേണ്ടി വരില്ല, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് എടുക്കാം, കടുക്, കറിവേപ്പില, വെള്ളം നമുക്ക് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ മഞ്ഞളും മുളക് പൊടിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെക്കാം. അല്പം വെള്ളം ഒഴിച്ച് ചാലിച്ച് നമ്മൾ മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത്. ചട്ടി എടുത്തിട്ട് ശകലം കറിവേപ്പില ഇട്ട് മീൻ നമുക്കതിലേക്ക് അടുക്കി വെക്കാം. നമ്മൾ മീൻ ആദ്യം അടുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപുളി മുറിച്ച് അതിലേക്ക് ഇടുക. എന്നിട്ട് ആ ഉലുവാപ്പൊടിയോടെ നമുക്ക് അതിലേക്ക് പതറിയിടാം. ഇനി നമുക്ക് ശകലം ഉപ്പിടും. അടുത്ത് നമുക്ക് മസാലയൊന്ന് കടുക് വറുത്തെടുത്ത് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കണം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കടുക് ഇതിലേക്ക് ഇട്ടു. കടുക് കൊടുത്ത് വിടുന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാം. അടുത്ത് നമ്മൾ കറിവേപ്പിലൂടെ ഇതിലേക്ക് ഇട്ടു. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളകും മഞ്ഞളും കൂടെ ചാലിച്ചത് ഇട്ട് നമുക്ക് ഇളക്കിയിടും. ഇതൊന്ന് മൂത്ത് വരും. നമ്മൾ ശകലം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശകലം വെള്ളം കൂടെ വേണമെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കും. നമ്മുടെ അരപ്പ് തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ആ മീനിനകത്തോട്ട് ഒഴിക്കാം പകരം. വെള്ളം വേണമെങ്കിൽ അല്പം കൂടി പാത്രത്തിലൊഴിച്ച് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം. നമുക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നല്ല തീയിലിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചെറിയ തീയിലേക്ക് നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് കറക്കി വെച്ചിട്ട് ഇളക്കി ചെറുതീയിലിടാം. ചെറിയ തീയിലിട്ട് ഒന്ന് പറ്റി വരട്ടെ. നമ്മുടെ മീൻകറി പറ്റി ശരിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കിത് വാങ്ങുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ തൂകി നമുക്ക് എടുക്കാം. നല്ല മണമായിരിക്കും പച്ച വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങി. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്.